തൃശ്ശൂരെടുത്ത് നോക്കി എന്താണ് നടന്നത്? എത്രയോ പ്രഖ്യാപനങ്ങൾ പറഞ്ഞു. ഇനി വേണ്ട, കേരള സംസ്ഥാനത്തിന് എയിംസ് വരും എന്ന് പറഞ്ഞ ഇവിടെ വന്നിട്ടുള്ള ഒരു ചാനലിന് അഭിമുഖം കൊടുത്തപ്പോഴല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ നോട്ട് ചോദിക്കൂല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബഡ്ജറ്റ് വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിൽ കലാപത്തിലേക്ക് ചെന്നെത്തുന്നു, വർഗീയ കലാപത്തിലേക്ക് ചെന്നെത്തുന്നു. ഓരോ സ്ഥലത്തും അവർ നേടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ ജനാധിപത്യപരമായി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം പുറകോട്ട് പോകുന്നു. ഇന്ന് നമുക്ക് മതസൗഹാർദ്ദം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇത് ചിലരുടെ രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള AI ഒക്കെ പുറത്തേക്ക് വരുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ കുറെ ചോദ്യം ചോദിച്ചല്ലോ, ഇനി അത് തന്നെയാണോ? എന്തോ ആശങ്കകളുണ്ട്. ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞല്ലോ. അതിനകത്ത് ഇതാണ് എൻ്റെ വിഷയം. അത് ഒന്ന്, നമ്മുടെ കേന്ദ്രത്തിൻ്റെ ആ നിയമത്തിനുള്ളിലാണ് എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ നിയമ ഭേദഗതി നടത്തി ഇനി പ്രസിഡന്റ് ഒപ്പിട്ടാൽ കുറച്ചുകൂടെ നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഉദ്യോഗസ്ഥ തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ 1 വന്യമൃഗങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പല നിയമങ്ങൾ അതിനകത്ത് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്? ഈ പുലിയാണോ അല്ലെ ഈ കടുവ തന്നെയാണോ വന്ന് അറ്റാക്ക് ചെയ്തത് എന്ന് തെളിയിക്കണം. എവിടെ പോയി തെളിയിക്കും? നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ പല പല ഫീൽഡിൽ വേണം, പഞ്ചായത്ത് വേണം, ഇത് വേണം. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേന് ഉള്ള ഡാമേജ് എല്ലാം ചെയ്തു പോകും. അപ്പം അതൊക്കെ ലിബറൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമതയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നിയമ ഭേദഗതിയാണ് നടത്തിയിരിക്കുന്നത്. അത് വേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് ഒപ്പിടും. അതോടുകൂടി ഈ പ്രശ്നം കഴിയും. അതിനകത്ത് ശക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അതിനകത്ത് കുറച്ച് കേന്ദ്ര സർക്കാർ അതുമായി കാട്ടുപന്നിയായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ കാട്ടുപന്നികളെയൊക്കെ വെടിവെച്ച് വിടുന്നുണ്ട്. സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. രീതിയിലാണ് സ്വാഭാവികമായിട്ടും ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം ഉണ്ടാവുന്നത്. ഒരു സഹായപ്രിയനായിട്ടുള്ള വ്യക്തി തന്നെയാണ് പറഞ്ഞത്. അത് പാർട്ടിയെ കൂടുതൽ പ്രശ്നങ്ങൾ ബംഗാൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. അല്ല, അദ്ദേഹം ഇതൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊന്നുമല്ല, അത്രയേ ഉള്ളൂ. സാഹിത്യകാരന്മാരൊക്കെ ബഹുഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷം നമ്മുടെ കൂടെ ഉണ്ട്. ഈ സാഹിത്യകാരന്മാര് ബഹുഭൂരിപക്ഷം ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം എതിരായിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവരുടെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ഈ പറയുന്ന അത് മുഴുവൻ പക്ക അതിൻ്റെ ഇതെടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് പക്ക CPM CPI എന്നുള്ളതല്ലല്ലോ. അവർ നമ്മുടെ അഭിപ്രായം നമ്മളോട് യോജിച്ച് ചില കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളത്. കാരശ്ശേരി മാഷും അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അവർക്ക് അവരുടെ അഭിപ്രായം, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ അല്ലല്ലോ. ചെയർമാന്റെ പാലായിലെ മത്സരം സംബന്ധിച്ച് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്തോ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു LDFന്റെ വികസന മുന്നേറ്റ യാത്രയാണ്. ഏതെങ്കിലും നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാനസികാപരമായിട്ട് ചില ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നല്ലോ.
എന്ത് ഡയലോഗ്? മാനസികാപ്പന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചെയർമാൻ മാനസികാവിന്റെ പ്രവർത്തനങ്ങളല്ല. പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാനസികാപ്പൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും, അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു, അല്ലല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. താങ്കൾ UDF-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കളെ കണ്ടു എന്നാണ് മാനസികാപ്പൻ പറയുന്നത്. അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന കാര്യം അതിന് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഒന്ന്, UDF-ന്റെ കൺവീനർ തന്നെ പറഞ്ഞല്ലോ അതിന് ഉത്തരം. പിന്നെ ഞാൻ പണ്ട് കാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് കൈയിട്ടിട്ട് സത്യം ചെയ്യും. അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. LDF-ന്റെ ജാഥയുടെ ക്യാപ്റ്റനാണ് ശ്രീ ജോസ് കെ മാണി. ഒരു പ്രസക്തി തന്നെ കോൺഗ്രസ് കല്യാണത്തിന് മരിച്ചെടുത്തൊക്കെ കാണുമല്ലോ, കാണാതിരിക്കാൻ പറ്റുമോ? അതല്ല പറഞ്ഞത്, അന്നേരം തന്നെ കൺവീനർ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവിടുത്തെ വികസന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതിനൊരു ഉത്തരം മുട്ടിയപ്പോൾ അതിന് അതിൻ്റെ വഴി അതിൻ്റെ വിഷയം മാറ്റി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ തന്നെ ഒരു 2-3 ആഴ്ച 2 മാസം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അതാണ് ഇപ്പം പറയുന്നത്. അവർ ജയിക്കുന്ന ഉറപ്പില്ലാന്നുള്ളതാണ് ഇവിടെ നാളെ ക്ഷണിക്കാൻ നിൽക്കുന്നത്. UDF-ലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യം എടുത്ത് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പ്രവേശനം LDF-ൽ തുടച്ചു നിൽക്കും എന്ന് പറഞ്ഞത് റോഷിയാണ്. കഴിഞ്ഞ ദിവസം ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും റോഷിയാണ്. അപ്പൊ റോഷിക്കാണോ ചെയർമാനെ നിങ്ങൾ ഒരു വാചോടെ എഴുതിയോ, മൈക്ക് തട്ടിപ്പറിച്ചെന്ന് എഴുതിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ. അത് നിങ്ങൾ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കിക്കോ. അതുകൊണ്ടൊന്നും ഞങ്ങൾ എപ്പോഴും ഒരു സൗഹൃദ ഈ പറയുന്ന ഒരു സഹോദര ബന്ധമാണ്. 1. 2 പുള്ളി ഒരു കേസ്, ഞാൻ പറഞ്ഞ കേസിൽ വളർന്നു വന്നതുകൊണ്ട് ഞാൻ ചേർത്തലപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി. കഴിഞ്ഞ ദിവസം PC തോമസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് LDF-ലേക്ക് തങ്ങളെ ക്ഷണിക്കേണ്ട കാര്യമില്ല. ആര് പറഞ്ഞു? നമ്മളെ ഇവിടെ ഈ പ്രാദേശികമായി LDF-ന്റെ വല്ല കാര്യമുണ്ടോ ചോദിക്കുന്നത്? നിങ്ങൾ കേരള കോൺഗ്രസിന് ഇത്രയും വലുതാക്കുന്നത് എന്തിനാ? എനിക്കതിന് അങ്ങനെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് തറവാട് എന്ന് പറയുന്നത് KM മാണിയാണ് എന്നുള്ളത്. തോമസ് പറയുന്നത് PJ ജോസഫാണ്, അത് പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ്. ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അതായത് പ്രവേശനം നിഷേധിക്കുന്നതിനപ്പുറം അങ്ങനെ തങ്ങളെ ആരും പഠിപ്പിക്കേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. ഞാനാരും പഠിപ്പിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, തറവാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന്, അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാ അവരെ മത്സരിക്കാൻ അവിടെ വന്ന ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നത്? ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതാണ് തറവാട്. അത് കിട്ടാതെ വന്നപ്പോഴല്ലേ പോയി വേറെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നത്. അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ആ സാധനങ്ങൾ മേടിച്ചു. കടവന്തറയിൽ കുമാരനാശാ നഗറിലുള്ള ഒരാളുടെ അടുത്തുണ്ടായിരുന്നു, അത് മേടിച്ചു. അതാ ഞാൻ ചോദിച്ചത്, ഇത് തറവാടല്ലായിരുന്നെങ്കിൽ ഈ തർക്കം വന്നപ്പോൾ എന്തിന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു? അതിനു വേണ്ടി അവിടെ ഈ അഭിഭാഷകരെ വെച്ചിട്ട് ഇത്രമാത്രം ആർഗ്യുമെന്റ് നടത്തി ലക്ഷങ്ങൾ മുടക്കി എന്തിനു വന്നു? ആഗ്രഹം ഉണ്ടായിട്ടല്ലേ. 2 വേണം. കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഉള്ളതാന്ന് അന്നേരെ അവർക്ക് മനസ്സിലായായിരുന്നല്ലോ എമ്മാന്ന്. എന്തിനാ അത് വിട്ടത്? 2 ജില്ലകൾ കഴിഞ്ഞ് 3ാമത് ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ LDF ഗവൺമെന്റ് ആണ് വീണ്ടും 3ാമത് വരിക എന്ന് അങ്ങനെ തീർച്ചയായും 100%. ഈ ക്യാപ്റ്റൻ ഒരു കാര്യം പറഞ്ഞു, ഈ ആസാമിലെ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വേട്ട നടത്തുന്നതിനെ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും നമുക്കറിയാം കന്യാസ്ത്രീകളെ പുരോഹിതന്മാരെ എല്ലാം ആക്രമിക്കുകയാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായ സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ഇവിടെ ചേർത്ത് പിടിക്കുകയാണ് എല്ലാവരും. കഴിഞ്ഞ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചു ഇവിടുത്തെ സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ച് ചേർത്ത് പിടിക്കുകയാണ് LDF ഗവൺമെന്റ് ചെയ്യുന്നത്. ഓരോ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. UDF ഭരിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ്. ഇപ്പം ഫെബ്രുവരി 15-ന് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ നേരത്തെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്താണ് കുട്ടികൾ ഓണപരീക്ഷ വരെ പഠിച്ചത്. ഇപ്പം 12-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണം പാഠപുസ്തകം.
ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ് അപ്പം തന്നെ കൊടുക്കുക, യൂണിഫോം ഉൾപ്പെടെ. യൂണിഫോം ഉൾപ്പെടെ. ഞാൻ പറഞ്ഞത് ഇതാണ് പൂച്ചപെറ്റ് കിടക്കുന്ന കേരളത്തിലെ ബഡ്ജറ്റിൽ 82,500 കോടിയാണ് പെൻഷൻ കൊടുത്തത്. പൂച്ചപെറ്റ് കിടക്കുന്നിടത്ത് എല്ലായിടത്തും കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ കള്ളപ്രചരണം UDF അഴിച്ചു കൊടുക്കുന്നു. വസ്തുത ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ജാഥയുടെ സ്വീകരണത്തിൽ 10,000-കണക്കിന് ആളുകൾ ഓരോ കേന്ദ്രത്തിലും വരുന്നത്. അപ്പോൾ തുടർ ഭരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. ആശങ്ക UDF ആണ്. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത്. ശബരിമല സ്വർണ്ണ വിഷയമൊക്കെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് UDF തിരിച്ചടി ആയി കഴിഞ്ഞല്ലോ. ഇത് ഇന്ന് നമ്മുടെ UDF യാത്ര എടുത്ത് നോക്കിയാൽ, യാത്രയുടെ പേര് പുതുയുഗം. അപ്പോൾ അതിനകത്ത് പുതുയുഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയണമല്ലോ. ഞങ്ങൾ ഇതാണ് അടുത്ത 5 വർഷത്തേക്ക് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം സസ്പെൻസിൽ നിർത്തുകയാവുന്ന. പിന്നെ SIT മാത്രമാണല്ലോ ഈ ക്യാമ്പയിൻ മുഴുവൻ SIT ആണല്ലോ. SIT ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ കോടതി നിർണയിച്ച ഒരു ഫോഴ്സ്, കോടതി ഏറ്റെടുത്ത ഒരു കേസ്, അതിനെതിരെ ആരോപണമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പോയി ചെന്നെത്തുന്നത് അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മീഡിയകളൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് വരുന്നത്. നമ്മൾ കേരള സംസ്ഥാനത്തിൻ്റെ കാര്യമൊന്നും സംസാരിച്ചത് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്. കേരള കോൺഗ്രസ് ആണ് ഇത്. കേരള കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമാണ്. അതിന് പ്രത്യേക ടാർഗറ്റ് പിന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളെ വലുതാക്കുന്നത്. സാധാരണ ഈ കച്ചവടക്കാര് UDF-നാണ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പൊ നേരെ തിരിച്ചു അവരുടെ സ്ഥാനാർത്ഥിയെ പോലും കഴിഞ്ഞ പ്രാവശ്യം നിർത്താനിരുന്ന. പക്ഷെ ഇവരെല്ലാം ഇപ്പം നമ്മളെ LDF-നെ അവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ വലിയ കാര്യങ്ങൾ അവർക്കും ചെയ്തിട്ടുള്ളതുകൊണ്ടല്ലേ. രാവിലത്തെ മീറ്റിങ്ങിലും അവർ പറഞ്ഞു UDF വർഗീയതയെ കൂട്ടുപിടിക്കുമ്പം വ്യാപാര സമൂഹവും പൊതുസമൂഹവും LDF-ന് പിന്നിൽ അണിനിരക്കുകയാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. താങ്ക് യു. വരണോ? നാളെ